ഹലോ മച്ചാന്മാരെ, കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ഇന്ന് ചെറിയൊരു ഫുഡ് ഉണ്ടാണ്. നമ്മൾ നേരെ വിഴിഞ്ഞത്താണ് പോണത്. എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് മീനിൻ്റെ പല വിഭവങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റി മീനുകൾ പിടിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ എപ്പോൾ വിഴിഞ്ഞത്ത് വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ് ഇത്. നമ്മൾ വെറുതെ 3 വട്ടം ഇവിടെ വന്നിട്ട് പറയുന്നത് എപ്പോൾ വന്നാലും അങ്ങനെ നമ്മളിവിടെ എത്തി. 1 മണിക്കൂറാണ് വെയിറ്റിംഗ്. അപ്പോൾ 1 മണിക്കൂറൊന്നും, പക്ഷേ ഒരു 3/4 മണിക്കൂറിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അരമണിക്കൂറിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീനൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഹമൂറാണ് പറഞ്ഞത്. അതിനുശേഷം വേറെ 2-3 മീനൊക്കെ പറയണം. മീൻ മുട്ട, ഇത് എത്രയാണ് നമ്മളിനി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ മീനൊക്കെ സെലക്ട് ചെയ്ത്, അപ്പോൾ ഇനി കുറച്ച് നേരം അത് ടൈം എടുക്കും. എന്തായാലും 3/4 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞ് നമുക്കിവിടെ വിഴിഞ്ഞത്തിൽ നമ്മുടെ ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ ആൻസി വാ. ആൻസി ഭയങ്കര സന്തോഷത്തിലാണ്. ഈ വഴിയോര കടകൾ എല്ലാം മീനിൻ്റെ, കടൽ മീനിൻ്റെ കളക്ഷൻസാണ് ഇവിടെ എല്ലാം. ഉസ്താദ് ഹോട്ടൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഹോട്ടലാണ്. പക്ഷേ എനിക്കിഷ്ടം നമ്മൾ നേരത്തെ കണ്ട ഹോട്ടലാണ്. ഗൈസ്, ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഇട്ട് കാണില്ലേ, അതാണ് വിഴിഞ്ഞം പോർട്ട്. സെറ്റല്ലേ ഗൈസ്? എന്തോ ഭാഗ്യം, ടേബിൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ നമ്മൾ 2 പേര് ആയതുകൊണ്ടായിരിക്കും. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. കുറച്ച് ദൂരം നടക്കാണ്, നമ്മൾ ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ആൻസി, ഈ സീറ്റ് കിട്ടിയപ്പോൾ എന്താണ്? നല്ല വ്യൂ. പക്ഷേ ഇരിക്കുന്നതിൻ്റെ അവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ ആൾക്കാരെയാണ്. ആ വ്യൂ ഒന്ന് കാണിച്ചിട്ട് വെക്കുന്നത്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ചാനലിൽ ടെസ്റ്റർ ആൻസിയാണ്. ആൻസി, സലാഡ് എങ്ങനെയുണ്ടോ നോക്കും. സലാഡിൽ എന്തോ അഭിപ്രായം ഇവിടെ നമുക്ക് ചുമ്മാ രസം. അടുത്ത കറി സാധനം കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്യാറില്ല. ഇത് മീൻകറി. ഇത് മീൻകറി. ഇത് മീൻ തേങ്ങ അരച്ച കറി. ഇത് മീൻ മുളകിട്ട് വയ്ക്കത്തില്ലേ, അതിൻ്റെ ഗ്രേവിയാണ്. പുട്ട് കൊണ്ടുവന്നു. ആൻസി അപ്പമാണ് ചൂസ് ചെയ്തത്. തേയില പൂവിട്ട കട്ടൻ മിക്സ് ചെയ്ത് കുടിക്കണം. പൂവിട്ട കട്ടനെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ലീവ്സ് ഇടുന്നതുകൊണ്ട് പറയണമായിരിക്കും. അഞ്ച് കുടിച്ചോ. കൊള്ളാമോ? പുട്ടിൻ്റെ ഫ്ലഫ്നെസ് ഉണ്ട്, സോഫ്റ്റാണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ചിപ്പി വന്നിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മീൻ മുട്ടയും. മീൻ മുട്ട എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കുറച്ച് പുട്ടും പിന്നെ അടുത്ത് ചിപ്പിയും അടുത്ത് മീനിൻ്റെ കുറച്ച് ഗ്രേവി.
ഇനി അടുത്ത സാധനം വരുമ്പോൾ മെയിൻ ഐറ്റം സാധനം വന്നു, ഹമൂർ പൊള്ളിച്ചത്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ആൻസി നോക്ക്, ആൻസി ഒന്നാണ്. എങ്ങനെയുണ്ട് ആൻസി? മാത്രം ഇങ്ങനെ തിന്നാൻ തോന്നുന്നു. അതിന് അമ്മേനോടൊന്നും ഇത് തോന്നുന്നു. ഐറ്റം വന്നിട്ടുണ്ട്, കണവ നിറച്ചത്. ഇതിവിടുത്തെ സിഗ്നേച്ചർ ഐറ്റമാണ് ഈ സാധനം. നിറച്ച് ടേസ്റ്റ് ചെയ്യാൻ പോകും. കഴിച്ചത് കൊള്ളാല്ലേ? ഒരു കണവ് നിറച്ചത്, ഒരു മീൻമുട്ട, ഒരു ചിപ്പി, ഒരു ഹമൂർ പൊള്ളിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നറിയാമോ, വാഴയിലെ പൊള്ളിച്ചത്. അതുപോലെ തന്നെ നമ്മളെ കണവ നിറച്ചതും മറ്റേ മീൻമുട്ട. കാരണം വായിക്കത്തൊരു പുണ്ണിരിക്കുന്നു. അതിലാണെങ്കിൽ കുരുമുളക് നല്ല മണം വരുന്നുണ്ട് അതിനകത്ത് ഫില്ലിങ്സിന്. പക്ഷേ വായിലെ ഈ പുണ്ണ് കാരണം എനിക്ക് നല്ല. പക്ഷേ നിങ്ങൾക്ക് മീൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇവിടെ വന്ന് കഴിക്കണം. സെറ്റാണ്. ഒരിക്കൽ കഴിച്ച് ഭയങ്കര ടേസ്റ്റ്. കാണുമ്പോൾ എരിവായിട്ട് തോന്നുമെങ്കിൽ സാധനത്തിന് എരിവില്ല. ആ മസാല ഒരു ചെറിയ ഒരു പുളിപ്പോട് ചെറിയൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആൻസിയുടെ റിവ്യൂ കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കണം, കാരണം വയറ് ഫുള്ളായിപ്പോയി. ഒന്ന് നടന്നിട്ട് വേണം വണ്ടി കയറാൻ. ഇത് നമുക്കിവിടെ 1500 രൂപയായി ഇത്രയും സാധനം കഴിച്ചപ്പോൾ. വലിയ റേറ്റല്ല, പക്ഷേ എന്നും കഴിക്കാൻ പറ്റില്ല. മാസത്തിലൊരിക്കൽ, വർഷത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കഴിക്കണം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കണം. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാൻ പോവാം. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ, ഇനി മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കാം. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകും. അഥവാ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, നമ്മൾ നടന്ന് അങ്ങനെ ബീച്ചിലെത്തി. ഇനി ബീച്ചിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. വിശേഷമൊന്നുമില്ല, ബീച്ചിലെ രാത്രി വൈകി. അപ്പോൾ മച്ചാൻ വരെ ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്യുക.
ഇനിയും നമുക്ക് തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളിലാണ് മാക്സിമം നാളെ മറ്റന്നാൾ തൊട്ട് ആ സീരീസ് തുടങ്ങും. കുറച്ച് ബിസിയില്ലായിരുന്നു. ഇനി നാളെ എന്തായാലും കാണില്ല, മറ്റന്നാൾ തൊട്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ചിടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ട് ബോറടിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യുക, ഞങ്ങളിവിടെ ജോയിൻ ചെയ്യുക. ഇഷ്ടംപോലെ വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നുണ്ട്, കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. ബായ്.